ഹായ് ഹലോ മുത്തുമണീസ്. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാൻ പോയാലോ? അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ തന്നെ കുഞ്ഞി ഇഡ്ഡലിയും തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യല്. കാപ്പിയുടെ ഒപ്പം തന്നെ ഞാൻ ചോറിന്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ. തോരനും അതുപോലെ തന്നെ സാമ്പാറുള്ളതുകൊണ്ട് ചോറിനും എടുക്കാമല്ലോ. അതുപോലെ തന്നെ ഈ പ്രീതി സോഡിയാക്ക് ഉള്ളത് കുറച്ച് ജോലികളൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ്. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് പാടല്ലേ. അപ്പം കട്ട് ചെയ്യാനും ഒക്കെ പാടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രീതി സോഡിയാക്ക് മിക്സി തന്നെയാണ് ഹെൽപ്പ് കേട്ടോ. പിന്നെ ചോറ് ഞാൻ പാതി വേവിച്ചിട്ട് റൈസ് കുക്കറിലാണ് സാധാരണ വെക്കാറ്. അതുപോലെ തന്നെ ഇന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ തോരനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ക്ലീനിങ് എൻ്റെ ഒരു ഭ്രാന്താണ്. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എല്ലാവരും തോന്നും എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുവോ എന്നൊക്കെ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തോരത്തിന് തേങ്ങയൊക്കെ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ചതച്ചിടുന്നത്. മിക്സിയിലേക്ക് ഇടാറില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മീനിന് ഭയങ്കര ദാരിദ്ര്യം. നിങ്ങളുടെ അവിടെ അങ്ങനെയാണോ? ഇവിടെയൊക്കെ മീന് കിട്ടാൻ വലിയ പാടാ കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് ഇന്നിപ്പം മുട്ടയാക്കി കേട്ടോ. പിന്നെ സാമ്പാറുള്ളതുകൊണ്ട് ചോറിനും കാപ്പിക്കും എടുക്കാമല്ലോ. 2 സിപ്പ് വേവിക്കുകയും വേണ്ട. ഞാൻ അങ്ങനെ ഇന്ന് സിമ്പിളായിട്ട് എല്ലാം സിമ്പിളായിട്ട് എടുത്തു കേട്ടോ. പിന്നെ മുട്ട ഈ തിരിച്ചിടുന്ന സാഹസികങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല. ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് സക്സസ് ആയി കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാ തവണയും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പിന്നെ സാമ്പാർ നല്ല കുറുകുറായുള്ള സാമ്പാർ. ഇന്നെന്തോ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചോറ് വടിക്കുമ്പോഴും മുട്ട തിരിച്ചിടുമ്പോഴും ഒക്കെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് ഞാൻ നേരെ പല്ലേക്കാൻ പോയി. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തന്നെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. അവരുടെ കൂടെയുള്ള ബഹളം നിങ്ങളിനി കാണണ്ടെന്ന് വെച്ചിട്ടാട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകാനുള്ള ബാക്കിയെല്ലാം കഴുകിയിട്ട് ഒരു കോഫി ഇട്ട് കുടിച്ചാലെന്നുള്ള പ്ലാനിങ്ങിൽ പാല് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അന്നേരം പറയുവാ, "പാല് കുപ്പിയിൽ തരുമോ അമ്മ പാല്? പാല് കുപ്പി തരുമോ അമ്മ പാല്?" എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞരക്ക് എൻ്റെ പുറകെ വന്ന് കരയുന്നുണ്ടായിരുന്നു. അവനുള്ള പാലും എടുത്ത് മിച്ചം നമുക്ക് പാലിനുള്ള കോഫിയൊക്കെ എടുത്തിട്ട് അവന് പാൽ തണുക്കാൻ വെച്ച ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് പോയി കേട്ടോ. അവനുള്ള പാല് ഒഴിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനങ്ങ് കഴിക്കാനിരുന്നു. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും ഒതുക്കിയിട്ട് നമ്മൾ ഓരോരുത്തരിന്ന് കഴിക്കുന്ന ഒരു സമാധാനം. ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങളും അങ്ങനെയാണോ? ജോലിയൊക്കെ ഒതുക്കിയിട്ടാണോ ഫുഡ് കഴിക്കാറ്? ഞാൻ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. എനിക്ക് ഓരോരുത്തരിന്ന് സമാധാനത്തിൽ കഴിച്ചില്ലെങ്കിൽ വേറെ അന്നത്തെ ദിവസമേ ഒരു രസം കാണില്ല. പിന്നെ എൻ്റെ ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇനിയും ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക. കമന്റ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.